നമുക്കറിയാം, മാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന യുവതലമുറയ്ക്കിടയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടണം. അതൊരു ബിഗ് ക്യാൻവാസിൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് കൃത്യമായൊരു കാഴ്ചപ്പാട് അതിലുണ്ടാവണം. നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോരുന്ന ഹിന്ദുത്വ അജണ്ടകൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മറ്റു വിദ്യാർത്ഥികളോട് സംവദിച്ചുകൊണ്ട് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഇടതുപക്ഷം സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക ആഖ്യാനങ്ങളെയും അതുണ്ടാക്കുന്ന പൊതുബോധത്തെയും വിശകലനം ചെയ്യുന്നു. Unraveling Narratives, Interrogative Left Liberal Politics in Kerala ഈവനിങ് സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഈവനിങ് സെഷനിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് KM ഷഫ്രിൻ സാഹിബ്, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഫീർ ഷാ സാഹിബ്, CEO ഓഫ് മക്തൂബ് മീഡിയ ഷംസീർ ഇബ്രാഹിം സാഹിബ് ആൻഡ് സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ് സൽവ അബ്ദുൽ ഖാദർ. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് ഷംസീർ സാഹിബിനോടാണ്. പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നതിൽ അനിഷേധ്യമായ പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ കൈക്കൊള്ളുന്ന ഹിന്ദുത്വ അജണ്ടയെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കേരളത്തിൽ ഇടത് ചിന്താഗതികൾ കൈക്കൊള്ളുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഹിന്ദുത്വ ഏജന്റുകളായി മാറുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അസ്സലാമു അലൈക്കും. അപ്പോൾ മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നതും വിമർശന വിധേയമാക്കുന്നതും ഇവിടുത്തെ ഒരു പൊതുബോധത്തെയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു പൊതുബോധത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മൾ ആ വാക്കിൻ്റെ മുമ്പിൽ ഉപയോഗിക്കാറുള്ള ഒരു പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇടത് പൊതുബോധം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സംഭവം നടന്നാൽ അതിനെതിരിൽ അല്ലെങ്കിൽ ആ സംഭവത്തോട് വളരെ പെട്ടെന്ന് സമൂഹത്തിൽ മേധാവിത്വം കിട്ടുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. അതിനെങ്ങനെയാണ് സമൂഹം കുറച്ചുകൂടി എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു ആശയ പരിസരം പെട്ടെന്ന് രൂപീകരിക്കപ്പെടും. ആ ആശയ പരിസരത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇടത് പൊതുബോധം എന്ന് പൊതുവെ വിളിക്കാറുള്ളത്. അതേത് സംഭവം എടുത്ത് നോക്കിയാലും കേരളത്തിൽ അങ്ങനെയാണ് അതുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇസ്രയേൽ ഫലസ്തീൻ ആ വിഷയത്തെ അതിനെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ബാബരി മസ്ജിദ് വിഷയം പറയുമ്പോൾ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം എന്നൊരു വളരെ പോപ്പുലറായ ഒരു മുദ്രാവാക്യം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും പേരിൽ നിങ്ങൾ വെറുതെ തല്ലുകൂടുകയാണ്. അതല്ല യഥാർത്ഥത്തിൽ ആശുപത്രിയും അല്ലെങ്കിൽ കുറേ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹം വികസിക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ആഖ്യാനം, ഒരു നെറേറ്റീവ് ഇവിടെ ഭയങ്കരമായൊരു സ്വീകാര്യത കിട്ടുന്നൊരു നെറേറ്റീവാണ്. ഇപ്പം നമ്മൾ തന്നെ ധാരാളം കേട്ടിട്ടുള്ളൊരു സംഗതിയാണ് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. അപ്പോൾ നമുക്ക് വളരെ കേൾക്കുമ്പോൾ വളരെ ഏതൊരാൾക്കും അട്രാക്റ്റീവായി തോന്നുകയും എന്നാൽ വളരെ അപകടം പിടിച്ച ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന, നമ്മളാരും ഒരുപക്ഷെ വലത് പൊതുബോധം എന്നങ്ങനെ പറയാറില്ല, ഇടത് പൊതുബോധം എന്നാണ് പറയാറുള്ളത്. ഈ ഒരു ആശയത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇടത് പൊതുബോധം അല്ലെങ്കിൽ പൊതുബോധം എന്ന് തന്നെയും ചുരുക്കി പറയാറുള്ളത്. അപ്പോൾ അത് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ വലിയ അർത്ഥത്തിൽ അതിന് ആക്സെപ്റ്റൻസ് ഉണ്ട്, അത് വേരോടിയിട്ടുണ്ട്. അത് ക്യാമ്പസുകളിൽ വലിയ സ്വാധീനം നേടിയിട്ടുണ്ട്, മീഡിയകളിലും അതിന് വലിയ സ്വാധീനം നേടിയിട്ടുണ്ട്.
അപ്പോൾ അത് മീഡിയകളിൽ വലിയ സ്വാധീനം നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാൻ അറിയാതെ, കാര്യങ്ങൾ അറിയാതെ അതിനോട് പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു വിഷയം ഉണ്ടായാൽ അതിനോട് പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു സമീപനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം മുസ്ലിം വിഷയം മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞൊരു തമാശയുണ്ട്. അതായത് മാതൃഭൂമി പത്രത്തിലേക്ക് അദ്ദേഹം ഒരു വാർത്ത എഴുതി അയച്ചു കൊടുക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗം മഹ്ഷറയിൽ ചേർന്നു. ജിബിരിയിൽ അധ്യക്ഷത വഹിച്ചു, അസറായിൽ സ്വാഗതം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അതേപടി കേരളത്തിലെ ഒരു പ്രമുഖ പത്രമാധ്യമത്തിൽ അച്ചടിച്ച് വന്ന ചരിത്രം കേരളത്തിലുണ്ട്. അതിനെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചതിന് ശേഷം മാത്രമാണ് ആ പത്രമാധ്യമം തങ്ങളുടെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ഡെസ്കിൽ ഒരു മുസ്ലിം മാധ്യമ പ്രവർത്തകനെ എന്ത് ചെയ്തത്, അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അജ്ഞതയാണ് എന്ന് പറയാം. എന്താണ് ഇപ്പോൾ ഒരു മുസ്ലിം വിഷയങ്ങളോട് മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ അതിൻ്റെ ഒരു ഡയനാമിക്സിനോട് ഇപ്പോഴും ഈ 2023 റംസാൻ ആശംസകൾ എന്ന് എഴുതുന്ന മുഖ്യധാര പത്രമാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ എന്താണ് റംസാൻ ആശംസകൾ എന്ന് വെച്ചാൽ എന്താണ് റംസാൻ? യഥാർത്ഥത്തിൽ റംസാൻ ആശംസയല്ല, ഈദുൽ ഫിത്തർ ആശംസയാണ്, അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ആശംസയാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു സമൂഹത്തെ, ഇന്ത്യയിലൊരു മോർ ദാൻ 25% വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പത്രപ്രവർത്തനം എന്ന വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കൂട്ടർക്ക്, സ്ഥാപനങ്ങൾക്കുണ്ടായിരിക്കേണ്ട മിനിമം ധാരണ പോലും ഇല്ലാതെ ഇത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിയോട് എൻഗേജ് ചെയ്യുന്ന, അതിനെ വളരെ നിസ്സാരമായി നോക്കിക്കാണുന്ന, അത് അറിഞ്ഞില്ലെങ്കിലും ഇവിടെ പത്രപ്രവർത്തനം നടത്താമെന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് നമ്മൾ വളരെ പുരോഗമിച്ചു, പ്രബുദ്ധമായി അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്ന് പറയുന്ന കേരളത്തിലെ പോലും ഈ മീഡിയ ആക്ടിവിസമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും അവസാനം നിങ്ങൾ ഈ കളമശ്ശേരി ബ്ലാസ്റ്റ് കേസിലടക്കം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള, ദീർഘകാലം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള തലമുതിർന്ന പത്രപ്രവർത്തകർ പോലും ആ വിഷയത്തിൽ എങ്ങനെയാണ് ഇവിടെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്, ഏത് രീതിയിലുള്ള അന്തരീക്ഷ നിർമ്മിതിയാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നോർത്തിലേക്ക് നോക്കി, ഇവിടെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ നോർത്തിലേക്ക് നോക്കിയിട്ട് അവിടുത്തെ ഒരു സംഘപരിവാർ സ്വാധീനം അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്ന വേട്ടകൾ, ഇതിനെക്കുറിച്ച് പലപ്പോഴും വേവലാതിപ്പെടാറുണ്ട്. പക്ഷേ അതവിടെ സംഘപരിവാർ ആണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ അത് വേറൊരു രീതിയിലും വേറൊരു ഭാഷയിൽ. ഇപ്പം ഞാൻ മക്തൂബ് മീഡിയയുടെ CEO ആയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. മക്തൂബ് മീഡിയ 10 കൊല്ലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേരളമേ അല്ല, നോർത്ത് ഇന്ത്യയാണ്. ഇപ്പോൾ UP അല്ലെങ്കിൽ ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ ഈ റൈറ്റ് വിങ് ഹിന്ദുത്വം ഏറ്റവും പവർഫുള്ളായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഭീകരമായ ഹേറ്റ് ക്രൈമുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മക്തൂബ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 10 വർഷത്തിനിടയിൽ ഞങ്ങൾക്കെതിരിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് BJPക്ക് ഒരു MLA പോലും ഇല്ലാത്ത, എന്നാൽ ഈ ഇടത് പൊതുബോധം വളരെ ശക്തമാണ് എന്ന് പറയപ്പെടുന്ന ഈ കേരളത്തിലെ വടകര പോലീസ് സ്റ്റേഷനിലാണ്. അത് കളമശ്ശേരി ബ്ലാസ്റ്റ് തീവ്രവാദ ആക്രമണം നടന്നപ്പോൾ അവിടെ എറണാകുളം ജില്ലയിലെ 5 മുസ്ലിം യുവാക്കളെ കരുതൽ തടങ്കൽ എന്ന പേരിൽ എറണാകുളം പോലീസുകാർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അവരെ പിടിച്ചു വെക്കുകയും വൈകുന്നേരം വരെ ഈ മാർട്ടിൻ കുറ്റമേറ്റ് പറഞ്ഞതിന് ശേഷവും അവരെ വിടാൻ തയ്യാറാകാത്ത രീതി, അതിനുശേഷവും ഡീറ്റെയിനിങ് നടന്നതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് വാർത്ത എഴുതിയതിൻ്റെ പേരിലാണ് ആ ഫ്രീലാൻസ് ജേർണലിസ്റ്റിനെതിരെയും ഞങ്ങളുടെ എഡിറ്റർക്കെതിരിലും കേരളത്തിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് ഒരു ആളുകൾക്ക് മുമ്പിൽ ഒരു രക്ഷാകർതൃത്വത്തിൻ്റെ വേഷം അണിയുകയും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് മേഖലയിലും, ഇപ്പോൾ ക്യാമ്പസിനെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച വരും, ഏത് മേഖല നമ്മളെടുത്ത് നോക്കിയാലും അവിടെ ഈ ഇടതു മേധാവിത്വം അല്ലെങ്കിൽ ഇടതു പൊതുബോധം എന്നുള്ളത് എപ്പോഴും ആളുകൾക്ക് ആശ്വാസം പകരുന്നു, അല്ലെങ്കിൽ ആളുകൾക്കുള്ള ഒരു അഭയകേന്ദ്രമാണ്, ആളുകളെ രക്ഷിച്ചെടുക്കുന്ന ഒരു ആശയമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന ഒരു അന്തരീക്ഷം നിർമ്മിക്കുകയും, എന്നാൽ ആ അന്തരീക്ഷത്തിനകത്ത് മറ്റുള്ള ഒരു ശബ്ദത്തിനും മറ്റുള്ള ഒരു ആഖ്യാനങ്ങൾക്കും മറ്റുള്ള ഒരു ആക്ടിവിസത്തിനും മറ്റുള്ള ഒരു സംഘാടനത്തിനും ഇട നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ഇടത് പൊതുബോധ നിർമ്മിതി അല്ലെങ്കിൽ ഇടത് പൊതുബോധ അന്തരീക്ഷം എന്നുള്ളത് കേരളത്തിലിപ്പോൾ കഴിഞ്ഞ കുറേയധികം കാലങ്ങളായി നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഈ മീഡിയ സ്പേസും ഒട്ടും തന്നെ
മുക്തമല്ല. ഇതിൻ്റെ ധാരാളം അനുഭവങ്ങൾ, അത്ര എക്സാമ്പിളുകൾ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ മഴദനി അറസ്റ്റൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾ കത്തികൾ പിടിച്ചെടുത്തു എന്ന് വെണ്ടക്കാക്ഷരത്തിൽ വാർത്ത കൊടുക്കുകയും എന്നാൽ പിറ്റേന്ന് പത്രത്തിൻ്റെ അകത്ത് വളരെ ചെറിയ അക്ഷരത്തിൽ, ഇന്നലെ ഇറങ്ങിയ പത്രത്തിൽ ചെറിയ അക്ഷരത്തെറ്റുണ്ടായിരുന്നു, കത്തികൾ എന്നല്ല കത്തുകൾ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ തിരുത്തു കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലവ് ജിഹാദിൻ്റെ സമയത്ത് അതുണ്ടായിട്ടുണ്ട്. ലവ് ജിഹാദും നിങ്ങൾക്കറിയാം, ലവ് ജിഹാദ് എന്ന ഒരു ആശയം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് യു പിയിലോ ഗുജറാത്തിലോ ഒന്നുമല്ല. അതെവിടെയാണ്? കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ മീഡിയകൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ്. പക്ഷേ പിന്നീട് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഇന്ന് ഏതാണ്ട് 10ഓളം സംസ്ഥാനങ്ങളിൽ ആൻറ്റി കൺവേർഷൻ ലോ ഇപ്പം നിലവിലുണ്ട്. ആ ആൻറ്റി കൺവേർഷൻ ലോ പാസ്സാക്കിയെടുക്കാനും അത് കോടതിയിൽ അംഗീകരിപ്പിക്കാനും വേണ്ടി അതത് സർക്കാരുകൾ, BJP സർക്കാരുകൾ ഉപയോഗിച്ച ഒരു സംഗതിയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ഉണ്ടായത് കേരളത്തിലാണ്. അപ്പം അവിടെയാണ് നമ്മളിൽ പലരും, പക്ഷേ ക്യാമ്പസ് എവിടെ പോയാലും ഈ ഇടതു പൊതുബോധമുള്ളത് വളരെ ഒരു ഒറ്റനോട്ടത്തിൽ അട്രാക്റ്റീവായി തോന്നുകയും എന്നാൽ അതിനകത്തുള്ള പലതരം പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. അതുപോലെ നമ്മുടെ ദളിത് മുസ്ലിം വിഷയങ്ങളിൽ മാധ്യമങ്ങൾ കാണിക്കുന്നൊരു വിമുഖത ഉണ്ട്. അതിനെ എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്നത്? അവിടെ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ രാഷ്ട്രീയ ഭീഷണി ഏതാണെന്ന് വെച്ചാൽ നമ്മളൊക്കെയും ഒറ്റ വാക്കിൽ പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം, അല്ലെങ്കിൽ സംഘപരിവാർ ഫാഷിസം എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മീഡിയകൾ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭീഷണി അഭിമുഖീകരിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടോ? മീഡിയകൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്? കാരണം ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ എന്ന് നമ്മൾ പറയാറുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, 3 തൂണുകൾ. ഈ 3 തൂണുകളും 1 by 1 ആയി എന്ത് ചെയ്യാണ്? ഈ സംഘപരിവാർ ഫാഷിസത്തെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമനിർമ്മാണ സഭകൾ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണനിർവഹണ സംവിധാനങ്ങൾ, ഇതിനെ തിരുത്താൻ ഉള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു സംവിധാനമാണല്ലോ ജുഡീഷ്യറി. ആ ജുഡീഷ്യറി പോലും ഈ സംഘപരിവാർ ഫാഷിസത്തിൻ്റെ അതേ കൈപ്പണിക്കാരായിട്ട് ഇങ്ങനെ പിറകെ പോവുകയാണ്. ഇത് 3നെയും തിരുത്താൻ ബാധ്യതപ്പെട്ട ഒരു പില്ലറാണ് യഥാർത്ഥത്തിൽ മീഡിയ. അതുകൊണ്ടാണ് അതിനെ ഒരു 4th പില്ലർ ഓഫ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. മീഡിയ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ തിരുത്താൻ തക്ക ശേഷിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തൂണാണ്. പക്ഷെ ആ തൂണും ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയാൽ അതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ബഹുഭൂരിഭാഗം മീഡിയകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാർ ഫാഷിസത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ നാഷണൽ മീഡിയ ചാനലിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതേസമയം ഇതിന് മറുശബ്ദങ്ങളുണ്ടോ എന്ന് വെച്ചാൽ മറുശബ്ദങ്ങളുണ്ട്. അത് പക്ഷെ വളരെ വളരെ കുറവാണ്. ആ മറുശബ്ദങ്ങളിൽ പ്രധാനപ്പെട്ട മറുശബ്ദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ലെഫ്റ്റ് ലിബറൽ മീഡിയ ആക്ടിവിസം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ ലെഫ്റ്റ് ലിബറൽ മീഡിയ ആക്ടിവിസം, അല്ലെങ്കിൽ ആ മീഡിയ ഫീൽഡ് നിങ്ങൾ എടുത്തു നോക്കിയാലും ധാരാളം മീഡിയകൾ നിങ്ങൾക്ക് ഇപ്പോൾ ദ വയർ, അല്ലെങ്കിൽ മിൻറ്റ്, അല്ലെങ്കിൽ സ്ക്രോൾ, ഇങ്ങനെ ഒരുപാട് മീഡിയകൾ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഈ അടുത്ത് റെയ്ഡ് നടന്നിട്ടുള്ള ന്യൂസ് ക്ലിക്ക് പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ. അപ്പം അതൊക്കെ കുറച്ചുകൂടി ഒരു ഇടത് ലിബറൽ മീഡിയ പ്രവർത്തകരുടെ ഒരു പ്രവർത്തന കേന്ദ്രമാണ്. പക്ഷെ അവർ പോലും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം വിഷയങ്ങളെ സംബന്ധിച്ച്, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മുസ്ലിം വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു മുസ്ലിം മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക അവരെന്തെങ്കിലും സംഗതി റിപ്പോർട്ട് ചെയ്യുക, സ്റ്റോറി ചെയ്യുക, ഒരു വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതിനെ ഈ പറയപ്പെടുന്ന ലെഫ്റ്റ് ലിബറൽ മീഡിയകൾ പോലും അംഗീകരിക്കാൻ സന്നദ്ധമല്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, പ്രതിസന്ധി എന്ന് പറയുന്നത്. അവിടെ ഈ മീഡിയകൾ പോലും, ആ ലെഫ്റ്റ് ലിബറൽ മീഡിയകൾ പോലും സ്വീകരിക്കുന്ന ഒരു അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, ലിഞ്ചിങ് ഉണ്ട്, ബുൾഡോസിങ് ഉണ്ട്, UAPA അമിതാധികാര പ്രയോഗങ്ങളുണ്ട്, മുസ്ലിം വേട്ടയും ഇസ്ലാമോഫോബിയയും നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊള്ളും. ഇസ്ലാമോഫോബിയയുടെ പ്രശ്നങ്ങൾ ഒരു മുസ്ലിം വോയിസ് ആയിട്ട് ഇവിടെ വരേണ്ടതില്ല, അത് അപകടകരമാണ്. ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രമുഖനായി നമ്മൾക്ക് ആദരിക്കുന്ന
ഒരു ഇടത് സൈദ്ധാന്തികനോട് വ്യക്തിപരമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ശരിയാണ്, മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങളല്ല, അതിവിടുത്തെ മതേതര ജനാധിപത്യ കൂട്ടായ്മയാണ് പ്രതിരോധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മതേതര ജനാധിപത്യ കൂട്ടായ്മയിൽ മുസ്ലിങ്ങളില്ലേ എന്നൊരു ചോദ്യമാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉയർന്നു വരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം, നിങ്ങൾ സ്വയം സംഘടിക്കുകയോ നിങ്ങൾ സ്വയം വോയിസ് ജനറേറ്റ് ചെയ്യുകയോ നിങ്ങൾ സ്വയം സംസാരിക്കുകയോ ചെയ്യരുത്. അത് ഈവൻ ദലിത് കൂട്ടായ്മ, ദലിത് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും നമുക്ക് കാണാൻ പറ്റും, മുസ്ലിം പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഏജൻസികളെയും സ്വയം കർത്തൃത്വ അവകാശവാദങ്ങളെയും നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നൊരു രീതി ഈവൻ ഞാൻ പറയുന്നു മീഡിയ മാധ്യമ പ്രവർത്തന രംഗത്തും അത്തരം മാധ്യമ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടി മക്തൂബ് മീഡിയയെ വെച്ച് പറയുകയാണ്, ഞങ്ങൾ എല്ലായ്പ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ മക്തൂബ് മീഡിയ പറയാനുള്ളൊരു കാര്യം, ഇന്ത്യയിലെ മോർ ദാൻ 150 യങ് ജേർണലിസ്റ്റുകൾ ആദ്യമായി ഇംഗ്ലീഷിൽ ഒരു മീഡിയയ്ക്ക് വേണ്ടി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലോഞ്ചിങ് പാഡായിട്ട് മക്തൂബ് മീഡിയക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു പ്രസക്തി ഞങ്ങൾ സ്വയം അഭിമാനത്തോടു കൂടി ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയ സ്പേസിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഇപ്പോൾ ബർഖാദത്ത് പോലെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ബർഖാദത്ത് ഈ അടുത്ത് ഇസ്രായേലിൽ ഈ ഒക്ടോബർ 7 തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ബർഖാദത്ത് നമ്മളൊക്കെ ആദരിക്കുന്നൊരു മാധ്യമ പ്രവർത്തകയാണ്, ഒരു ലിബറൽ മീഡിയ ആക്ടിവിസ്റ്റാണ്. അവർ ഇസ്രായേലിൽ പോയിട്ട് ഈ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും ഗസയിലേക്ക് കടന്നിട്ടില്ല, ഇസ്രായേലിൽ നിന്നിട്ടാണ് അവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മലപ്പുറത്ത് സംഘടിപ്പിച്ച കോൺഫറൻസിൽ ഹമാസിൻ്റെ മുൻ നേതാവ് ഖാലിദ് മിഷേൽ പങ്കെടുത്തതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും അവരുടെ എക്സ് അക്കൗണ്ട് എടുത്തു നോക്കിയാൽ അവരതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, അവർ പ്രയോഗിച്ച വാക്കെന്താണെന്ന് വെച്ചാൽ ഷോക്കിംഗ് എന്നാണ്. ഷോക്കിംഗ് എന്ന് വെച്ചാൽ സോളിഡാരിറ്റി നടത്തിയ ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ മണ്ണിൽ ഒരു ഹമാസിൻ്റെ മുൻ നേതാവ് പങ്കെടുക്കുന്നത് എന്ന് ആശ്ചര്യപ്പെടുന്നത് അനിൽ കെ ആൻ്റണിയോ രാജീവ് ചന്ദ്രശേഖരോ ഒന്നുമല്ല. നമ്മുടെ പൊതുസമൂഹം വളരെ ആദരവോടെയും പ്രതീക്ഷാപൂർവ്വം നോക്കിക്കാണുന്ന ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയും ഡിസ്ക്രിമിനേഷനെതിരിലും ഒക്കെ നിലകൊള്ളുന്നു എന്ന് നമ്മൾ വിശ്വസിച്ച് പോരുന്ന ബർഖാദത്തിനെ പോലെയുള്ളൊരു ലിബറൽ വോയിസാണ് ഇതിനെക്കുറിച്ച് ഷോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പല രംഗത്തും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ജസാക്കല്ലാഹ് ഖൈർ. അടുത്തത് എൻ്റെ ചോദ്യം സഫീർ സാഹിബിനോടാണ്. ഭരണത്തിൽ നിന്നും BJPയെ പുറത്ത് നിർത്തുന്നു എന്ന് മേന്മ പറയുന്ന കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ദളിത് വിരുദ്ധ പൊതുബോധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകൾ വലിയ ഒരളവ് വരെ ഇന്ധനമാകുന്നില്ലേ? ഇതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? കേരളത്തിൽ ഈ ഫാഷിസ്റ്റ് അതേപോലെ ഹിന്ദുത്വ ഏകധ്രുവീകരണ ശബ്ദങ്ങളോട് പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരിടമായിട്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തെ മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച ഇവിടുത്തെ ഇടത് സെക്കുലർ ലിബറൽ പൊതുബോധമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് അതിനെങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം ദളിത് സ്വത്വങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഘടകങ്ങളെ എങ്ങനെയാണ് നിരാകരിച്ചത്, ഒഴിവാക്കിയത് എന്നതാണ് നമ്മുടെ ഒരു ചർച്ച എന്ന് പറയും. നമുക്കറിയാവുന്നതുപോലെ യഥാർത്ഥത്തിൽ ലിബറലിസം ആവട്ടെ വേറൊരർത്ഥത്തിൽ സെക്കുലറിസം ആവട്ടെ നമ്മൾ ഒരു പൊതുമണ്ഡലമായിട്ടാണ് അതിനെ പലപ്പോഴും വേറൊരർത്ഥത്തിൽ വീക്ഷിക്കാറുള്ളത്. എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന, വ്യക്തിയുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അവൻ്റെ വ്യക്തിയുടെ ആവിഷ്കാരങ്ങൾക്ക് അനുമതി നൽകുന്ന പ്രത്യയശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളോ ആയിട്ടാണ് ഇതിനെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ലിബറലിസത്തിൻ്റെ അതിൻ്റെ ഒരു പരിമിതി എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഒരു ലിബറലിസം എന്ന് പറയുന്നത് ശരിക്ക് ഒരു പൊളിറ്റിക്കൽ ഓർഡറാണ്. ഇതിനൊരു സാംസ്കാരിക തലമുണ്ട്, ഒരു കൾച്ചറൽ തലമുണ്ട്,
മറ്റൊന്നൊരു പൊളിറ്റിക്കൽ തലവുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ദേശരാഷ്ട്രങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും മനുഷ്യൻ്റെ ആവിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു ആശയമായിട്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ആശയത്തെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ലിബറലിസവും സെക്കുലറിസവും ഒക്കെ പ്രവർത്തിച്ചത് അവിടുത്തെ മേധാവിത്വ ശക്തികളുടെ സാംസ്കാരികമായ ഔന്നിത്യത്തെ പ്രകടിപ്പിക്കുവാനും അതിനെ പ്രകാശിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലേക്ക് വന്നാലും നമുക്കത് കാണാൻ സാധിക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ പൊതുമണ്ഡലത്തിലുള്ള, ഇവിടെ ഷംസീർ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം തന്നെ കേരളത്തിലെത്തുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേവലം ഒരു പ്രണയത്തിൻ്റെ തലത്തിലേക്ക് മാത്രം പരിമിതപ്പെടുകയാണ്. അതൊരു പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുസ്ലിം വെറുപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് അതിനെ മനസ്സിലാക്കാതെ മുസ്ലിമിൻ്റെ പഴയ കാലത്തെ അപരിഷ്കൃതത്തെയും പുതിയ കാലത്തെ അവൻ്റെ തീവ്രവാദ സ്വഭാവമുള്ള ഘടകത്തെയും കൂടുതൽ മുൻനിർത്തിക്കൊണ്ട് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിമിൻ അപരത്വത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ പരിശ്രമങ്ങളിലേക്കാണ് കേരളത്തിലെത്തുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സംഗതി കേരളത്തിലുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പറയേണ്ടി വരുന്ന ആ സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള പദപ്രയോഗങ്ങളിലൂടെ ഹിന്ദുത്വ ദേശീയത പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന, മുസ്ലിമിനെ മാറ്റി നിർത്തുക, മുസ്ലിമിനെ കൂടുതൽ അപരവൽക്കരിക്കുക, മുസ്ലിമിനെ കൂടുതൽ അപകടകാരിയാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയെ മനസ്സിലാക്കാൻ കഴിയാതെ അത് കേവലം സാംസ്കാരികമായ തലത്തിലേക്കോ അല്ലെങ്കിൽ അത് മുസ്ലിമിൻ്റെ ഒരു അപരിഷ്കൃതത്വത്തിലേക്കോ ഒക്കെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ചുംബന സമരം പോലുള്ള സമരത്തിൽ അത് കുറച്ചുകൂടി പ്രകടമായിരുന്നു. യഥാർത്ഥത്തിൽ ആ സമരം കേവലം സദാചാര പ്രശ്നമായി മാത്രം മാറുകയാണ് പിന്നീട് ചെയ്തത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് കേരളത്തിലെ കോഴിക്കോട് പോലുള്ള ഒരു പ്രധാന ടൗണിൽ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള സംഘപരിവാർ ആക്രമണത്തിൻ്റെ ഒരു സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ തീവ്രമായ മുസ്ലിം വിരുദ്ധതയുടെയും അതേപോലെ തന്നെ സാംസ്കാരിക ദേശീയതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു പുകമറയിൽ നിർത്തിക്കൊണ്ട് അത് ഉണ്ടാക്കിയ അവരുടെ ഒരു പരിശ്രമത്തെ കേവലം ഒരു സദാചാര പ്രശ്നമാക്കി മാറ്റി മാത്രം കേരളത്തിൽ ഒതുക്കാൻ കഴിയുകയുണ്ടായി. ഇതാണ് കേരളത്തിൽ SFIയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിബറൽ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ അടുത്ത കാലത്ത് ഇവിടെ ഷെഫ്രിൻ അത് സൂചിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ആശയങ്ങളെ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ഈ ഒരു രാഷ്ട്രീയ പദ്ധതിയായി ലിബറലിസത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പൊതുസമൂഹത്തിൽ എല്ലാ ശബ്ദങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്ന, അതിൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന അതിൻ്റെ തലങ്ങളെക്കുറിച്ചുമൊക്കെ നിശബ്ദമാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുബോധത്തെ അതിജീവിക്കാൻ നമ്മൾ സാംസ്കാരിക തലത്തിലുള്ള ലിബറൽ മേധാവിത്വത്തെ ചെറുക്കുന്നതിനേക്കാൾ ഏറെ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് ഈ രാഷ്ട്രീയപരമായ ഈ ലിബറലിസത്തിൻ്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് നമ്മൾ കൂടുതൽ പ്രതിരോധം തീർക്കേണ്ടത്. അപ്പോൾ ഈ സാംസ്കാരികമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുള്ള മുസ്ലിം ഉമ്മത്തിൽ ധാർമ്മിക സദാചാര ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തട്ടമിടുക എന്ന് പറയുന്നത് നമുക്കറിയാം. തട്ടമിടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തട്ടം നിരോധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തട്ടത്തിനെതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്കോ അപ്പുറത്തൊന്നുമല്ല. മറിച്ച് നമ്മളെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു കൽപ്പിച്ച ചില അതിരുകൾ, ചില നിർദ്ദേശങ്ങളുണ്ട്. നമ്മളുടെ ശരീരത്തെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ തട്ടം ധരിക്കുന്നത്.
എന്നാൽ അതിനെ നമ്മൾ തട്ടം ധരിക്കുക എന്ന് പറയുന്നതിനെ കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തട്ടം ധരിക്കുക എന്ന് പറയുന്നത് ഒരു അപരിഷ്കൃതമായിട്ടോ അല്ലെങ്കിൽ പുരോഗമനമില്ലാത്തതിൻ്റെ ലക്ഷണമായിട്ടോ ചിത്രീകരിക്കുന്ന ഒരു പൊതുബോധം നമുക്കകത്തുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരുന്നത് ഈ തട്ടമിടാൻ, വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ, സാംസ്കാരികമായ തനിമയോടുകൂടി ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ അവകാശം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പരിശ്രമത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട, ഈ കേരളത്തിലെ ഈ പൊതുബോധത്തോട് നമുക്ക് സംവദിക്കേണ്ടതും നമ്മൾ നേടിയെടുക്കേണ്ടതുമായ ഘടകമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസാക്കല്ലാഹ് ഖൈർ. ഷഫീൻ സാഹിബ്, രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസുകൾ, മുസ്ലിം വിരുദ്ധതയും ജാതീയതയും ശക്തിപ്പെടുന്ന ക്യാമ്പസ് അന്തരീക്ഷം, ഈ വിഷയങ്ങൾ എങ്ങനെയാണ് മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾ നോക്കിക്കാണുന്നത്? അസ്സലാമു അലൈക്കും. അദ്ദേഹം കൊണ്ട് GIO സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ മുസ്ലിമ ഡിസ്കോസ് എന്ന പേരുള്ള ഈ സംസ്ഥാന ക്യാമ്പസ് കോൺഫറൻസിന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷവും ഇവിടെ പങ്കുവെക്കുകയാണ്. എന്നോടുള്ള ചോദ്യത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അതിലൊന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലെ അരാഷ്ട്രീയതയെക്കുറിച്ചിട്ടാണ്. നമ്മൾ കേരളത്തിലെ ക്യാമ്പസുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറെ കേൾക്കുന്നൊരു വാക്കാണ് അരാഷ്ട്രീയമാണ് ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു യുക്തിയാണ്, നമുക്കറിയാം. കാരണം തങ്ങൾ പറയാത്ത രാഷ്ട്രീയമെല്ലാം അരാഷ്ട്രീയമാണ് എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വാദമാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ അതിൽ SFIക്ക് വലിയ തോൽവി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് SFI സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ക്യാമ്പസുകൾ അരാഷ്ട്രീയത പിടിമുറുക്കുന്നതിൻ്റെ സൂചനയാണ്, പിന്നെ പല ക്യാമ്പസുകളിൽ SFIക്ക് പരാജയം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെട്ടാൽ അതൊക്കെയും അരാഷ്ട്രീയമാണ്. മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളൊന്നും അത് രാഷ്ട്രീയമല്ല എന്ന് പറയുന്ന ഒരു വാദം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെതായ സൈദ്ധാന്തികരാണ്. അവരൊക്കെയും പലരും ഈ 80കളിൽ 90കളിലൊക്കെയും ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളാണ്. അപ്പോൾ 80കളിലൊരു ക്യാമ്പസ് സർഗാത്മകത, ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ എപ്പോഴും അവർ പറയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു അമ്മാവൻ സിൻഡ്രോം നമുക്കതിൽ കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും പൊളിറ്റിക്സ് ഇല്ല, ഇപ്പോഴത്തെ ക്യാമ്പസുകളിലൊന്നും രാഷ്ട്രീയമില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ഉദാത്തമായ ക്യാമ്പസുകൾ, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികരുടെ ഒരു അമ്മാവൻ സിൻഡ്രോം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ വ്യാപകം 2000-ന് ശേഷമാണ്. അപ്പോൾ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ സ്ഥലത്തും പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷം വലിയ സ്വഭാവത്തിൽ ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തെ എതിർത്ത് വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പും ഇതിലൊരു കാരണമാണ്. പക്ഷെ നമുക്കറിയാം, സ്വാശ്രയ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇടമില്ലായിരുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം സീറ്റുകളില്ലാത്ത, അവസരങ്ങളില്ലാത്തൊരു മേഖലയായിരുന്നു. പക്ഷേ സ്വാശ്രയ വിദ്യാഭ്യാസം വരുന്നതോടുകൂടി വലിയ സ്വഭാവത്തിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും, പ്രത്യേകിച്ച് ഇത്തരത്തിൽ സ്ഥാപനങ്ങളില്ലായിരുന്ന കമ്മ്യൂണിറ്റീസിന് ഒരുപാട് സ്ഥാപനങ്ങൾ വരികയും ഒരുപാട് ആളുകൾക്ക് ആക്സസ് കിട്ടി എന്നുള്ളതാണ് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ ആക്സസ് കിട്ടുക എന്ന് പറയുന്ന ഒരു സുപ്രധാനമൊരു സംഗതി സ്വാശ്രയ മേഖലയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും ഇടതുപക്ഷം വരക്കുന്ന, ഇടതുപക്ഷത്തിന് സാമൂഹ്യനീതിയേക്കാൾ നമുക്കറിയാം അവരുടെ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൽ ഇതൊക്കെയും അരാഷ്ട്രീയമായിട്ടാണ് അവർ വിലയിരുത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ഈ ഒരു കഴിഞ്ഞ 25 വർഷത്തിനടക്കം നടന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ സമരവും വിദ്യാർത്ഥി സമരമായിരുന്നു NRC ആൻറ്റി CA പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊട്ടസ്റ്റ് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത് നമുക്കറിയാം, അത് ജാമിയ മില്ലിയ അലിഗഡ് എന്ന് പറയുന്ന ക്യാമ്പസുകളാണ്.
ഇപ്പോൾ ജാമിയ മില്ലിയയും അലിഗഡിൻ്റെ ക്യാമ്പസിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ എടുക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ക്യാമ്പസാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ക്യാമ്പസിൽ നിന്നാണ് പറയുന്നത് ഈ ജാമിയ മില്ലിയ അലിഗഡ് എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യയെ മുഴുവൻ നിയന്ത്രിക്കുന്ന സ്വഭാവത്തിൽ ഈ സമരത്തിൻ്റെ ഐക്കൺസ് ഉണ്ടാവുകയും ആ സമരം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അരാഷ്ട്രീയതക്ക് വരക്കുന്ന ഒരു ഫ്രെയിമിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. ഇപ്പോൾ അവസാനം നടന്ന BBC ഡോക്യുമെൻ്ററി, നരേന്ദ്രമോദിക്കെതിരെ വന്നൊരു ഡോക്യുമെൻ്ററി നമുക്കറിയാം. അപ്പോൾ ഈ നിരോധിക്കാത്തൊരു ഡോക്യുമെൻ്ററി രാജ്യത്ത് പ്രദർശിപ്പിക്കുന്നതിനും ആളുകൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കാരണം സംഘപരിവാറിൻ്റെ ഒരു സമഗ്രാധിപത്യത്തിൻ്റെ ഒരു ഭയം മൂലം ഈ ഡോക്യുമെൻ്ററിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ, ഇതിനെ പ്രദർശിപ്പിക്കാൻ നിരോധിക്കാഞ്ഞിട്ട് പോലും ആൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ആദ്യമായി കൊണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് യൂണിറ്റാണ് അത് ഇന്ത്യയിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ വലിയൊരു പരീക്ഷണശാല, യാതൊരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിനും ഇടമില്ലാത്തൊരു ക്യാമ്പസിനകത്ത് നിന്ന് അവരത് പ്രദർശിക്കുമ്പോൾ അതിനോട് ഡൽഹി പോലീസിൻ്റെ വയലൻസ് ഉണ്ടാകുന്നു. അതാണ് ഇന്ത്യയിൽ മൊത്തം ഈ BBC ഡോക്യുമെൻ്ററിയുടെ ഒരു പ്രദർശനത്തെ വലിയൊരു സ്വഭാവത്തിൽ പടർത്തുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ അരാഷ്ട്രീയത, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഒരു 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 ഫ്രെയിം വരക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ട് നമുക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന രാഷ്ട്രീയത എന്ന് പറയുന്ന സംഗതി നമുക്കറിയാം. 90കളിൽ ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷന് ശേഷം ഈ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകൾക്ക് സജീവമാകുന്നുണ്ട്. ഇപ്പോൾ SIO പോലെയുള്ള സംഘടനകൾ വലിയ സ്വഭാവത്തിൽ. അപ്പോൾ അതുവരെ ക്യാമ്പസുകൾ വർഗീയവാദി എന്ന് വിളിച്ചിരുന്ന അബ്ദുൽ നാസർ മഹദരി ഒരു വലിയ നീതി നിഷേധം നേരിടുന്ന ഒരാളാണെന്ന് ക്യാമ്പസിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന SIO ആണ്. അപ്പോൾ ഇതൊക്കെയും ഇവിടുത്തെ ഒരു എന്താ പറയുക, വേറൊരു ഫ്രെയിമിനകത്തു നിന്നുകൊണ്ടാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. അപ്പോൾ ഈ SIOൻ്റെ ഒരു പൊളിറ്റിക്സിനെ എങ്ങനെയാണ് SFI ക്യാമ്പസുകൾ നേരിട്ട് നമുക്കറിയാം. ക്യാമ്പസ് ഫ്രണ്ടിനെ എങ്ങനെയാണ് SFI നേരിട്ടത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ശബ്ദങ്ങൾ ഇപ്പോൾ 2005 OBC-കൾക്ക് 27% റിസർവേഷൻ വരുന്നുണ്ട്. അതിനെ തുടർന്ന് വലിയ സ്വഭാവത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകുന്നു. അതുവരെ ഇൻവിസിബിൾ ആയിരുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾ അവർ സ്വന്തമായ രാഷ്ട്രീയം പറയുന്നു. ASA പോലെയുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു, ബാപ്സ പോലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു, ആദിവാസി മേഖല എന്നുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. ഇവർ പല ക്യാമ്പസുകളുടെയും പിന്നെ അധികാരത്തിലേക്ക് വരുന്നു. അതുവരെയും ABVP-യും NSU-യും SFI ഒക്കെ മാറി മാറി ഭരിച്ചിരുന്ന ക്യാമ്പസുകളുടെ ഭരണം അവരിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള ഒപ്രസ്ഡ് യൂണിറ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെയും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരമ്പരാഗത വിദ്യാർത്ഥി സംഘടനകൾ നേരിട്ടത് എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെയും തീവ്രവാദവൽക്കരിച്ചിട്ട് ഒരു മുസ്ലിം കർത്തൃത്വത്തിലുള്ളൊരു സംഘടന വരുമ്പോൾ അത് തീവ്രവാദവും വർഗീയവാദവുമായി മാറുകയാണ്. ഇപ്പോൾ SFIയുടെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ലോഗനാണ് ക്യാമ്പസിലുള്ളത്, വർഗീയത തുലയട്ടെ എന്ന് പറയുന്നത്. നമ്മളൊക്കെയും ക്യാമ്പസിൽ കേട്ടാണ്. ഈ വർഗീയത തുലയട്ടെ എന്ന് പറയുന്ന സ്ലോഗൻ SFI ആർക്കെതിരെയാണ് ഉന്നയിക്കുന്നത്? അത് ഇവിടുത്തെ മുസ്ലിം കർത്തൃത്വത്തിലുള്ള മൂവ്മെൻറ്റുകൾക്കെതിരെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രസൻസ് കൂടുതലുള്ള മൂവ്മെൻറ്റുകൾക്കെതിരെയാണ്. ഒരിക്കലും ABVP-ക്കെതിരെ SFI എന്ത് ചെയ്യുന്നില്ല? വർഗീയത തുലയട്ടെ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഉന്നയിക്കാൻ SFI കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ക്യാമ്പസുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ അരാഷ്ട്രീയം എന്ന് പറയുന്ന ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോൾ 2015 രോഹിത് വെമുല മൂവ്മെൻറ്റിന് ശേഷം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അടക്കമുള്ള സംഘടനകൾ ക്യാമ്പസുകളിലേക്ക് വരുന്നുണ്ട്. ഇന്ന് ക്യാമ്പസുകൾക്കകത്ത് ജാതീയതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ ക്യാമ്പസുകൾ പറയാൻ ഇവിടുത്തെ പരമ്പരാഗത സംഘങ്ങൾ ഭയപ്പെട്ടിരുന്നു. ഫാത്തിമ ലത്തീഫിൻ്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് ശേഷം ഉണ്ടായ വലിയ ചർച്ചകൾ, സെലിബ്രിറ്റീസ് അടക്കം ഇസ്ലാമോഫോബിയ പ്രയോഗിക്കുകയും SFI അടക്കം അത്തരം പ്രയോഗങ്ങളിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ജാതി സെൻസസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പൗരത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പിന്നെ കേരളത്തിലെ ക്യാമ്പസുകളിലെ മീറ്റ് ദ കാൻഡിഡേറ്റുകൾ പരിശോധിച്ചാൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അതിൽ സംഘപരിവാറിനെ കുറിച്ചും സംവരണത്തെക്കുറിച്ചൊക്കെ ആരെ സംസാരിക്കുന്നത് വെച്ചാൽ നമുക്ക് അത്തരം മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ക്ലാസ് ക്യാമ്പയിനുകൾ റിസർവേഷനെ കുറിച്ചിട്ടും എക്കണോമിക് റിസർവേഷനെ കുറിച്ചിട്ടൊക്കെ ആരാണ് സംസാരിക്കുക. ഇങ്ങനെ പുതിയൊരു രാഷ്ട്രീയം പിന്നെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നേരത്തെ പറഞ്ഞ NRC മൂവ്മെൻറ്റ് പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് കേരളത്തിൻ്റെ ക്യാമ്പസുകളിലൊരു സ്റ്റാറ്റസ് നമ്മൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ പലരും ആ സമയത്ത് ക്യാമ്പസിൽ പഠിച്ച ആളായിരിക്കും. കേരളത്തിലെ വലിയ പാരമ്പര്യമുള്ള 100-150 വർഷം പഴക്കമുള്ള ക്യാമ്പസുകൾ സൈലൻറ്റ് മോഡിലായിരുന്നു. അപ്പോൾ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്നത് നമുക്കറിയാം. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അടക്കമുള്ള ഇനീഷ്യേറ്റീവിൽ ആദ്യമായി കേരളത്തിൽ NRCക്കെതിരെ ഒരു ക്യാമ്പസ് പ്രൊട്ടസ്റ്റ് വരുന്നത്. അതിനെ തുടർന്നിട്ട് കേരളത്തിലെ വലിയ കലാലയങ്ങൾ, മഹാരാജാസ് പോലെയുള്ള, ബ്രണ്ണൻ കോളേജ് പോലെയുള്ള വലിയ കലാലയങ്ങൾക്കകത്തുനിന്ന് വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ആണ് കേരളത്തിൽ പിന്നെ ആ സ്വഭാവത്തിൽ ക്യാമ്പസുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളെ
എങ്ങനെയാണ് ഇവിടുത്തെ പരമ്പരാഗത മൂവ്മെൻറ്റ് ഇടപെട്ടിരുന്നത്? ഇപ്പോൾ KSU അടക്കമുള്ള SFI അടക്കമുള്ള മൂവ്മെൻറ്റുകൾ ഇത്തരം പ്രൊട്ടസ്റ്റുള്ള സമീപനം എന്തായിരുന്നു? അത്തരം സമരത്തിലൊരു ഐക്കൺസിനെ പോലെ എടുത്ത് കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു പരിമിതി. അപ്പോൾ നമുക്കറിയാം SFI അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ഒരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ആശയത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രായോഗികമായിട്ട് അത്തരമൊരു രാഷ്ട്രീയത്തെ അവർക്ക് അതല്ലെങ്കിൽ ഒരു റെസ്പോൺസീവ് പൊളിറ്റിക്സിനപ്പുറം ഇപ്പോൾ ഇവിടുത്തെ ഒരു പരമ്പരാഗത സംഘടനകളുടെ ഒരു ഇടപെടലുകൾ നോക്കുമ്പോൾ നമുക്കറിയാം. അവരിപ്പോൾ സ്വാശ്രയ സമരം നടത്തുന്നുണ്ട്, KSUവിൻ്റെ ഒരണ സമരം നമ്മുടെ മുമ്പിലുണ്ട്, ഇപ്പോൾ SFI നടത്തിയ വിളനിലം സമരമുണ്ട്, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന ചാൻസലർക്കെതിരായ സമരമൊക്കെ ഉൾപ്പെടെയുണ്ട്. പക്ഷെ ഇതൊക്കെയും നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു റെസ്പോൺസ് എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ നിർമ്മിതിക്കാനുള്ള ഒരു ആശയത്തെ മുന്നോട്ട് വെക്കാൻ ഇവിടുത്തെ പരമ്പരാഗത സംഘടനകൾ കഴിയുന്നില്ല എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് സംഘപരിവാറിനോടുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ അതിനൊരു രീതി എങ്ങനെയാണ്, അതിൻ്റെ റിസൾട്ട് എന്താവണം, അല്ല എങ്ങനെയാണ് അതിനെ പരിഹരിക്കേണ്ടതെന്ന് പറയുന്ന സ്വഭാവത്തിലേക്കുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിക്കുള്ള ഒരു ആശയത്തെ മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സാഹോദര്യം എന്നൊക്കെ പറയുന്ന ഒരാശയത്തേക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന രാഷ്ട്രീയ സംഘടനകളോടുള്ള ഇപ്പോൾ നേരത്തെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അതാണ് ചോദിച്ചത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ജാതീയതയും അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ 90കളിൽ മഹാരാജാസ് കേന്ദ്രീകരിച്ച് DSM എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, ദലിത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് രൂപീകരിക്കപ്പെടുന്നു. ഡോക്ടർ KK ബാബുരാജ്, ഡോക്ടർ AK വാസു എന്നിവരൊക്കെ അടങ്ങുന്ന ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ദളിത് ചിന്തകരാണ് അതിന് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാക്കാനുള്ള ഒരു കാരണം SFIയുടെ രക്തസാക്ഷികളുടെ ലിസ്റ്റ് എടുത്താൽ നമുക്കറിയാം 34 രക്തസാക്ഷികളുണ്ട്. അതിൽ ഭൂരിഭാഗവും ദളിതരും മുസ്ലിങ്ങളുമാണ്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ ഒരു 75% അവരാണ്. അതുപോലെ തന്നെ ഒരു ക്യാമ്പസിനകത്ത് പോസ്റ്റർ ഒട്ടിക്കുന്നത്, മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളെ തല്ലാൻ ആളെ പോകുന്നത്, കൂടുതൽ വർക്കുകൾ എടുക്കുന്നത്, ഇങ്ങോട്ട് അക്രമം വന്നാൽ കേസിൽ പ്രതികളാവുന്നൊക്കെയും ദളിതരും മുസ്ലിങ്ങളടങ്ങുന്ന സാമൂഹിക ജനവിഭാഗങ്ങളാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, ഇപ്പോൾ മഹാരാഷ്ട്ര കോളേജിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളാവാൻ വേണ്ടി തൃപ്പൂണിത്തുറ കോവിലകത്തുനിന്ന് കുറേ തമ്പുരാട്ടിമാർ വരും. അപ്പോൾ ഞങ്ങളെന്നും അടികൊള്ളേണ്ടവരാണ്, ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കേണ്ടവരാണ്, ഞങ്ങൾ പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ്, അധികാരത്തിൻ്റെ ഇടങ്ങളിലെവിടെയും ഞങ്ങൾക്ക് സ്പേസ് ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ദളിത് സംഘടന കേരളത്തിൽ രൂപപ്പെടുന്നത്. അത്തരമൊരു ദളിത് സംഘടനത്തോട് SFI സ്വീകരിച്ചൊരു സമീപനം തന്നെ അതിക്രൂരമായ മർദ്ദനമാണ്. അവരൊക്കെയും അതിക്രൂരമായി മർദ്ദിച്ച് ആ രാഷ്ട്രീയ സംഘടനത്തിൽ നിന്ന് ഇല്ലാതാക്കി മാറ്റി. ASA കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ. MG യൂണിവേഴ്സിറ്റിയിലടക്കം അതിലൂടെ എന്തൊരു സമീപനം, അവരെ മാവോയിസ്റ്റുകളായിട്ട് ചിത്രീകരിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്ന ലഹരി മാഫിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ക്രൂരമായി ആക്രമിക്കുകയാണ്. മുസ്ലിം സംഘടനകളോടുള്ള SFIയുടെ സമീപനം എന്താ? അതൊക്കെയും വർഗീയവാദമാണ്, തീവ്രവാദമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസാണ് കേരളത്തിൻ്റെ ഇടതു മണ്ഡലത്തിൽ. ഇപ്പോൾ സ്ത്രീകൾ സംഘടനത്തിന് വന്നാൽ എന്താ സംഭവിക്കാം? അവരൊക്കെയും അനാശാസക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടും. SFI അല്ലാത്ത ഇപ്പോൾ സെൽവ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, സെൽവ നിങ്ങളോട് സംസാരിക്കും. സെൽവ മടപ്പള്ളി ക്യാമ്പസിനകത്ത് സെൽവ വരുമ്പോൾ സെൽവയെ നേരിടുന്നത് എങ്ങനെയാണ്? സെൽവയെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ SFI ഇടപെടുന്നത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഐക്കണാണ് നമ്മുടെ ഈ ചർച്ചയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മുസ്ലിം ദളിത് സംഘടനകളോട്. അതോടെ ജെൻഡർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഏറ്റവും അധികമുള്ളത് സ്ത്രീകളാണ്. ഈ സ്ത്രീകളുടെ ഒരു പ്രസൻസ് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്ക് തെടയാണ്. ഇപ്പോൾ നമുക്കറിയാം 2018 മഹാരാജാസ് കോളേജിൽ ആദ്യമായി ഒരു ദളിത് പെൺകുട്ടി ചെയർപേഴ്സൺ ആവുന്നത്. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്യാമ്പസിനകത്ത് 2018 ആവേണ്ടി വന്നു SFIക്ക് ഒരു ദളിത് പെൺകുട്ടിയെ ചെയർപേഴ്സൺ ആക്കാൻ. ഫറൂഖ് കോളേജ് നമുക്കറിയാം, മലബാറിൻ്റെ അലിഗഡ് എന്നൊക്കെ പറയുന്ന ഫറൂഖ് കോളേജിൽ ഒരു മുസ്ലിം പെൺകുട്ടി ചെയർപേഴ്സൺ ആവുന്നത് 2018. 70 വർഷത്തെ ക്യാമ്പസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മിന ഫർസാന ചെയർപേഴ്സൺ ആവുന്നത്. അപ്പോൾ അതുവരെയും തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിസർവേഷൻ പോസ്റ്റുകളിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ഉപകരണങ്ങൾ മാത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ സ്ത്രീകൾ. പുതിയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഡിബേറ്റുകൾ, ഉയർത്തപ്പെട്ട ജെൻഡർ ക്വസ്റ്റ്യൻസ്, ഇതിവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പരമ്പരാഗത സംഘടനകളിൽ വരെയും അത്ര മാറ്റം. അതുകൊണ്ടാണ് മൃദുല മഹാരാജാസ് ചെയർപേഴ്സൺ ആവുന്നത്, മിന ഫർസാന ഫറൂഖ് കോളേജ് ചെയർപേഴ്സൺ ആവുന്നത്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഇവിടുത്തെ പരമ്പരാഗത വിദ്യാർത്ഥി ഇപ്പോൾ SFI എടുത്തു കഴിഞ്ഞാൽ SFIയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അതിനൊരു വനിതാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. MSFൻ്റെ ചരിത്രത്തിൽ 75 കൊല്ലം കഴിഞ്ഞ സംഘടനയ്ക്ക് ഇന്നുവരെയും ഒരു വനിതാ പ്രസിഡന്റിനെ ആലോചിക്കാൻ കഴിയില്ല. KSUവിന് ഇതുവരെയും അത്തരം ഒരു വനിതാ പ്രസിഡന്റിനെ ആലോചിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെയാണ് പുതിയ കാലത്ത് വനിതാ പ്രസിഡന്റുമാരെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ കാലത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് അടക്കമുള്ള സംഘങ്ങൾ പുതിയ ജെൻഡർ ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നത്, അതല്ലെങ്കിൽ ഇസ്ലാമോഫോബിയുടെ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്നും ഒരു പിന്തിരിപ്പൻ
അല്ലെങ്കിൽ ഒരു വർഗീയവാദികളുടെ അല്ലെങ്കിൽ ഒരു പുരോഗമന വിരുദ്ധരുടെ ഒരു അടയാളമായിരുന്നു. പക്ഷേ ഹിജാബിനെ കുറിച്ചുള്ള ഭരണഘടനാപരമായ ചർച്ചകൾ, ക്യാമ്പസുകൾക്കെത്തുന്ന ഡിബേറ്റ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർണാടകയിൽ നടന്ന ഹിജാബ് ഇഷ്യൂവിൽ അതുവരെയും ഹിജാബ് എന്ന് പറയുന്നത് പിന്തിരിപ്പൻ ആശയമാണ് എന്ന് പറഞ്ഞ SFI ക്യാമ്പസുകളിൽ സെക്കുലർ അസംബ്ലി നടത്തി ഹിജാബ് വിഷയത്തിൽ. വയനാട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ ഹിജാബ് നിരോധിച്ചപ്പോൾ ആ സ്കൂളിലൊക്കെ SFI മാർച്ച് നടത്തി. അതൊക്കെ സംഭവിക്കുന്ന ഈ 1-2 വർഷങ്ങൾക്കിടയിലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗത സംഘടനകൾക്കിടയിലും ഈ പറയുന്ന സ്വഭാവത്തിലുള്ള ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ പുതിയ കാല രാഷ്ട്രീയത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്യാമ്പസുകൾ, നമ്മളുടെ ഒരു കാലം എന്നൊക്കെ പറയുന്നത് സംഘപരിവാറിൻ്റെ വലിയൊരു സമഗ്രാധിപത്യം നിന്നുണ്ട്. കേരളത്തിൽ ജാതിയില്ല അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ ഇല്ല എന്നൊക്കെ പറയെങ്കിലും അതൊക്കെയും ക്യാമ്പസുകൾക്കകത്ത് ഇൻവിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, അവരുടെ ഒരു ഐക്യം ക്യാമ്പസുകൾക്ക് രൂപപ്പെടണം. അതിന് വലിയ സാധ്യത, ആ രാഷ്ട്രീയത്തിന് വലിയ സാധ്യത ഈ രാജ്യത്തുണ്ട്. കാരണം നിലനിൽക്കുന്ന സംഘപരിവാറിൻ്റെ വംശീയതയോട് കൃത്യമായൊന്ന് പ്രതികരിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ കൃത്യമായൊരു രാഷ്ട്രീയ പരിഹാരം പോലും കണ്ടെത്താൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘങ്ങൾ കേവലമായൊരു റെസ്പോൺസീവായി മാറുമ്പോൾ കൃത്യമായൊരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് സാഹോദര്യം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പറയുന്നൊരു ഒപ്രസ്ഡ് യൂണിറ്റി ഇത് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത്, രാജ്യത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് രൂപപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു സുപ്രധാനമായൊരു ദൗത്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ചർച്ചകളിലേക്കൊരു ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യുക്തികളോട് എൻഗേജ് ചെയ്യുമ്പോൾ പുതിയൊരു രാഷ്ട്രീയത്തെ കൂടി ഭംഗിയായി പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അതിന് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജസാക്കല്ലാഹ് ഖൈർ. ഇടതുപക്ഷ ഏകാധിപത്യം നോർമലൈസ് ചെയ്യപ്പെടുന്ന ക്യാമ്പസുകൾ കേരളീയ സാഹചര്യത്തിൽ, അത്തരമൊരു കേരളീയ സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ ഒരു മുസ്ലിം പ്രതിനിധാനം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിന്ന സാഹചര്യത്തിൽ താങ്കൾക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനം കാലങ്ങളായി ക്യാമ്പസുകളിൽ ഇടത് ലിബറൽ സംഘങ്ങളോട് നേരിട്ട് ഇടപെട്ടുകൊണ്ട്, നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ചരിത്രം നമുക്ക് ബോധ്യമാണ്. അപ്പം അങ്ങനെ ക്യാമ്പസുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, അതിൻ്റെ ഒരു ഭാഗമായി എന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കാനുള്ളൊരു കാരണം. ഞങ്ങൾ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഇൻകുലാബ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ആശയം അല്ലെങ്കിൽ നമ്മുടെ ആദർശമായി ഏറ്റവും ഇണങ്ങിയ ഇൻകുലാബ് സ്റ്റുഡൻസിൻ മൂവ്മെൻറ്റിനോട് ക്യാമ്പസിൽ എത്തിയപ്പോൾ തന്നെ അതിനോട് യോജിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ വരുന്നതാണ്, വർഷങ്ങളായി, ഒരുപാട് കാലങ്ങളായി എന്തിനാണ് നമ്മളിങ്ങനെ SFIയെ പോലുള്ള വലിയൊരു സംഘടനയെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് ക്യാമ്പസിനകത്ത് കയറിയപ്പോഴാണ് എനിക്കത് കൂടുതൽ ബോധ്യമായുള്ളതാണ്. നമ്മൾ അറിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങൾ, എത്രയോ കൂടുതലാണ് SFI അവരുടെ ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ നടത്തുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഭീകര രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെ നമ്മളിങ്ങനെ നോർമലൈസ് ചെയ്ത് ഏതോ ഒരു ക്യാമ്പസിൽ ഏതോ ഒരു SFIക്കാരൻ്റെ അല്ലെങ്കിൽ ഏതോ ഒരു SFIക്കാരിയുടെ ഒരു മാനുഷിക ദൗർബല്യം മൂലം സംഭവിച്ചു പോകുന്ന ഒരു ഭീകര രാഷ്ട്രീയമല്ല, മറിച്ച് അതവരുടെ ജനിതക വൈകല്യമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അവർക്ക് ആ ഒരു പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനാണ് SFIയെ പോലുള്ള സംഘടനകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം മടപ്പള്ളി ക്യാമ്പസിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടെ സംബന്ധിച്ചൊരു ഇൻകുലാബ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് രൂപപ്പെട്ടത് SFIയെ സംബന്ധിച്ച് അവിടെ ആധിപത്യ ആ കോട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ്. അവരല്ലാത്ത വേറൊരു ആദർശം അല്ലെങ്കിൽ വേറൊരു ആശയം ക്യാമ്പസുകളിൽ കുട്ടികൾ അംഗീകരിച്ചു വരിക എന്നുള്ളത് അവർക്ക് കണ്ണിൽ ഒരു പൊടി പോലെ, കണ്ണിലെ കരട് പോലെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം
ക്യാമ്പസുകളിൽ എത്തി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു പ്രതീക്ഷയോടെ ശുഭപ്രതീക്ഷയോടെ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുകയും നമ്മുടെ ക്യാമ്പസുകളിൽ പൊതുവായി ഉണ്ടാവുന്ന റാഗിങ് സമ്പ്രദായം എല്ലാ ക്യാമ്പസിലും ഉള്ളത് തന്നെയാണ്. അപ്പം മടപ്പള്ളിയും അതുപോലെ തന്നെയാണെന്ന് കരുതി പോവുകയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കുറച്ചും കൂടിയും സ്ത്രീ വിരുദ്ധമാണ്, അല്ലെങ്കിൽ സ്ത്രീകളുമായി കുറച്ചും കൂടിയും അടുപ്പമുള്ള റാഗിങ് രീതികളാണ്. അതായത് പെൺകുട്ടികളോട് വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ ചെയ്തികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ക്ലാസ്സിൽ റാഗിങ്ങിന് എത്തിയ സീനിയേഴ്സ് ഞങ്ങളുടെ പെൺകുട്ടികളെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ എൻ്റെ മേൽ കൈവച്ചപ്പോൾ എന്താണ് ഇത് റാഗിങ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പം മുഖത്തടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്നാൽ നിനക്കിത് പ്രശ്നമാണെങ്കിൽ നീ ഇതും കൂടി പോയി കംപ്ലൈൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കായിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയത് വെച്ചാൽ ആ സിസ്റ്റം മുഴുവൻ, അല്ലെങ്കിൽ ഒരു അധ്യാപക കൂട്ടം മുഴുവൻ, ക്യാമ്പസ് മുഴുവൻ അവരുടെ കയ്യിലാണെന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്താണ് ആ ഒരു നീക്കം അവരുടെ മുന്നിൽ നിന്നുണ്ടായത്. പിന്നെ ഇൻക്വിലാബ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കേരളത്തിൽ മൊത്തമായി ഒരു ക്യാമ്പസിൽ സ്ട്രൈക്ക് വിളിക്കുകയും അതിൻ്റെ ഭാഗമായി മടപ്പള്ളി ക്യാമ്പസിൽ ഞങ്ങൾ ഇൻക്വിലാബ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ സ്ട്രൈക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. അന്ന് ക്യാമ്പസിൽ SFIയെ സംബന്ധിച്ചിടത്തോളം അവരല്ലാത്ത വേറൊരു ശബ്ദം പൊങ്ങുകയായിരുന്നു അവിടെ. അപ്പം വലിയൊരു വിഭാഗം ആൾക്കാർ വന്ന് ഞങ്ങളെ വിരലിൽ ഉണ്ടാവുന്ന കുട്ടികളെ പിടിച്ച്, പെൺകുട്ടികളടക്കം അവരെ ഒന്നുപോലും ആലോചിക്കാതെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ സമയത്ത് തന്നെ ഒരു വിഭാഗം വലിയൊരു ടീം ഞങ്ങളെ മർദ്ദിക്കുകയും മറുവിഭാഗം ഞങ്ങൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കാനുള്ള ശ്രമങ്ങളും, പിന്നൊരു വിഭാഗം ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ആക്രമിച്ചു എന്ന ആരോപണത്തിലൂടെ ഞങ്ങൾക്കെതിരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തത്. ഇതൊരു തിരക്കഥ പോലെയാണ് പല ക്യാമ്പസുകൾ, SFI ആധിപത്യമുള്ള ക്യാമ്പസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് പേര് നമ്മളെ ഉപദ്രവിക്കാനും കുറച്ച് പേർ നമ്മൾക്കെതിരെ കള്ളക്കേസുകൾ മെനയാനും ഉള്ളതാണ്. അപ്പം ഇതുമായി വന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ആ ഒരു കോട്ടയിൽ കയറി സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആദർശം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞങ്ങളന്ന് ബോധ്യപ്പെട്ടാണ്. പക്ഷെ എന്തോ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആദർശത്തിലുള്ള, നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് എന്തോ ഒരു പ്രതീക്ഷ അവിടെ നൽകുക ചെയ്തത്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാവുകയും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരുപാട് കേസുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ തടഞ്ഞു നിർത്തിയ ഒരിക്കലും ഒരു വലിയൊരു സംഭവം ഓർമ്മയുള്ള വെച്ചാൽ, ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പുറത്തു പോകുമ്പോൾ അതിനിടയിലൊന്ന് പെട്ടെന്നൊരു ക്യാമ്പസിലേക്ക് തിരിച്ച് കയറേണ്ടി വന്നു. അന്ന് കുറച്ച് ആൺകുട്ടികൾ, സീനിയറായിട്ടുള്ള SFI പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിട്ട് ഒരു പെൺകുട്ടിയോട് പറയാൻ പാടില്ലാത്ത ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുകയും അതിൽ നിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ വലിച്ച് കീറി കയറിയാൻ കഴിയുന്നതേ ഉള്ളൂ നീ എന്ന് പറഞ്ഞിട്ട് അത്തരം ഒരിക്കലും നമുക്ക് ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത പല വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങളെ ഒരുപാട് പെൺകുട്ടികളെ ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാമ്പസുകളിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആൺകുട്ടികളെ വേറൊരു രീതിയിലും പെൺകുട്ടികളെ വേറെ രീതിയിലാണ്. അതിൽ മാനസികമായും പെൺകുട്ടികളെ മാനസികമായി കൂടുതൽ ഫോക്കസ് ചെയ്ത് ഉപദ്രവിക്കുകയും ആൺകുട്ടികളെ ശാരീരികമായിട്ട് നമുക്ക് കാണാൻ കഴിയാം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ വെച്ച് അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വസ്ത്രം വലിച്ചു കീറി വരെ ഉപദ്രവിക്കുകയും ചെയ്യും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഐസൊലേറ്റ് ചെയ്ത്, അതായത് എല്ലാ ക്ലാസ്സിൽ നിന്നാണെങ്കിലും നമ്മുടെ എന്താ പറയുക ക്യാമ്പസിൽ നിന്നാണെങ്കിലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് SFI അവിടെ നടത്തിയത്. ഇപ്പം ക്യാമ്പസിൽ ആ ഒരു പ്രകടനം നടന്ന സമയത്ത് പർദ്ദ ധരിച്ചു പോയി എന്നൊരു കാരണം കൊണ്ടാണ് എനിക്കെതിരെ അവർ പർദ്ദ ഒരു ഐക്യനായിട്ട്, അല്ലെ എനിക്കെതിരെയുള്ള എനിക്കെതിരെ ഒരു പർദ്ദ അവർ ഐക്യനാക്കി എടുക്കുകയാണ് ചെയ്തത്. അന്ന് നടന്ന വൈകുന്നേരത്തുള്ള പ്രകടനത്തിൽ പർദ്ദയണിഞ്ഞ വർഗീയ വിശുദ്ധ സെൽവ അബ്ദുൽ ഖാദർ എന്ന പ്രയോഗം ഉണ്ടായി. അത് ഒരു പെട്ടെന്ന് വന്ന, അല്ലെങ്കിൽ ഒരു ആക്രോശത്തിൽ, ഒരു ദേഷ്യത്തിൽ വന്ന ഒരു കാര്യമായിട്ട് അതിനെ മനസ്സിലാക്കുന്നില്ല. മറിച്ച് നമ്മുടെ പർദ്ദകൾ അല്ലെങ്കിൽ നമ്മുടെ ഹിജാബുകൾ, അവരെ സംബന്ധിച്ച് കഫിയ, താടി, തൊപ്പി, എല്ലാ മുസ്ലിം ഐക്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ സംബന്ധിച്ച് അവർക്കൊരു കുരു പൊട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥരായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പെണ്ണ് എന്ന് ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ SFIയോട് എതിരെ സംസാരിക്കുന്ന ഒരു പെണ്ണ് എന്നപ്പുറം അവരവിടെ ഫോക്കസ് ചെയ്തത് SFIക്കെതിരെ നിൽക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്നതാണ്.
അങ്ങനെ ക്ലാസ്സുകളിലാണെങ്കിലും അധ്യാപകരുടെ അടുത്ത് നിന്നാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും, നിങ്ങളുടെ തട്ടം ഒന്ന് വലിച്ചെറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഈ ക്യാമ്പസിനകത്തുള്ളൂ എന്നത്. അതായത് നമ്മൾ തട്ടം ചുറ്റി നമ്മുടെ രാഷ്ട്രീയം അല്ലെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് മാറ്റിയാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഈ ക്യാമ്പസിലുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പം നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാനസികമായും ശാരീരികമായും ഒരു പെൺകുട്ടികൾ എന്ന് പോലും ഞങ്ങളെ പരിഗണിക്കാതെ നടു റോട്ടിൽ വെച്ചിട്ട് വളരെ ക്രൂരമായി, ഇപ്പം നമ്മൾ അടിവയറിന് പോലും ചവിട്ടിക്കൊണ്ട് നമ്മളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് എന്ന് മാത്രമല്ല, അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, നമ്മളെ അവർ അടിക്കുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് അവർ പിടിച്ചു വലിക്കുന്നത് നമ്മളെ തട്ടമാണ്. കാരണം അതൊരു പിടിവള്ളി പോലെ, അല്ലെങ്കിൽ അതിനെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. പിന്നെ ക്യാമ്പസിൽ SFIയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവരെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഒരു അധ്യാപക കൂട്ടമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ക്യാമ്പസിൽ ഒരു വൈസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു NSS കോർഡിനേറ്റർ പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു അധ്യാപകരുടെ ഒരു ക്വാളിറ്റി, ഒരു മൂല്യം പോലും കാത്തു സൂക്ഷിക്കാത്ത ചിലർ. അപ്പം ക്യാമ്പസിൽ NSS സെലക്ഷൻ നടക്കുമ്പം അവിടെ നമുക്ക് മനസ്സിലാവും, എന്താ പറയുക, കാറ്റ് വാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സീനിയേഴ്സ് ആൺകുട്ടികളെ മുന്നിൽ വെച്ച് പെൺകുട്ടികളെ കൊണ്ട് ഏറ്റവും മോശമായ രീതിയിലുള്ള പാട്ടുകൾ വെച്ചിട്ടുള്ള ഡാൻസ് ചെയ്യിപ്പിച്ച്, അങ്ങനെയാണ് അവിടുത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം മിസ്സിനോട് ചോദിച്ചു, കോർഡിനേറ്ററായിട്ടുള്ള ഇടത് ലിബറൽ സംഘടനയുടെ മേൽപദവിയിലിരിക്കുന്ന ഒരു മിസ്സായിരുന്നു. അപ്പോൾ ചോദിച്ചു, ഇതെന്താണ് മിസ്സേ, ഇങ്ങനെയാണോ NSS സെലക്ഷൻ പ്രോസസ്സൊക്കെ നടക്കേണ്ടത്? അപ്പോൾ പറഞ്ഞു, കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ SFI യൂണിയനാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്, ഇവിടെ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കവിടെ വളരെ ക്ലിയറാണ്, ഒരു പെൺകുട്ടികളെ കൊണ്ട്, അത് സീനിയർ ആയിട്ടുള്ള ആൺകുട്ടികളെ മുന്നിൽ നിന്ന് ഇത്രയും മോശമായ രീതിയിൽ ചെയ്യിപ്പിച്ച് കിട്ടേണ്ട ഒരു കാര്യമല്ല NSS സെലക്ഷൻ എന്നുള്ളത്. പക്ഷേങ്കിൽ NSSലേക്ക് കയറി കൂടുക എന്നുള്ളത് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയായാൽ തന്നെ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പം ക്യാമ്പസിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പക്ഷെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് അത് സ്ത്രീ വിരുദ്ധ, മുസ്ലിം വിരുദ്ധ ഒരുപാട് പരാമർശങ്ങൾ ക്യാമ്പസുകളിൽ പർദ്ദ അണിഞ്ഞ വേശ്യ എന്ന് മുതൽ പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ സീനിയർ ആയിട്ടുള്ള ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികളെ അവരെ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായി പെൺകുട്ടികൾ സ്വതന്ത്രമായിട്ട് നടക്കുമ്പോൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ, അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള പാട്ടുകൾ ഉപയോഗിച്ച് നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ട് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഈ 3 വർഷങ്ങൾ ഞങ്ങളവിടെ കഴിച്ചത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യാപകരാണെങ്കിലും ഈ SFI കൂട്ടങ്ങളാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തളർത്തിയില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രതീക്ഷയിൽ ഫ്രട്ടേണിറ്റി അവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഒക്കെ പര്യവസാനം എന്തെങ്കിലും ഒരു വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി അവിടെ അക്കൗണ്ട് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രട്ടേണിറ്റി നിലവിൽ വന്ന് ആദ്യ വർഷം തന്നെ മടപ്പള്ളി കോളേജിൽ ഫ്രട്ടേണിറ്റി അസോസിയേഷൻ സെക്രട്ടറി അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പം എന്താ പറയുക, 30-40 വർഷത്തെ ആധിപത്യം അതിൽ ഒരു കോട്ട തകരുന്ന അസ്വസ്ഥത അവരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ്. അപ്പം ഫുആദ് എന്ന് പറയുന്ന കുട്ടി ജയിക്കുന്നൊരു ഉറപ്പായപ്പോൾ അവരുടെ ക്ലാസ്സിലെ പെൺകുട്ടികളെ വീട്ടിൽ കയറി ഫോൺ വിളിച്ച് എന്താ പറയുക നിരന്തരം ഫുആദ് ജയിച്ചാൽ ഈ ഫുആദിനെ ഞങ്ങൾ കൊല്ലും, ഒരു വധഭീഷണി രൂപത്തിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയായിട്ടേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ, കാരണം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എലക്ഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എലക്ഷൻ്റെ അന്ന് ക്ലാസ്സിൽ ഫുആദിൻ്റെ അസോസിയേഷനിൽ വന്നത് വളരെ ചുരുങ്ങിയ പെൺകുട്ടികളായിരുന്നു. അവന് ഷുവർ വോട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അപ്പം അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷയോടെ അത്രയും പണിയെടുത്ത് ഒരു എലക്ഷന് ജയിക്കുമോ എന്നുള്ളൊരു പ്രയാസത്തിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് 3 വർഷത്തിനടുക്ക് ഒരുപാട് മോശമായി പെരുമാറി അടിച്ചിട്ടും പ്രയാസപ്പെടുത്തിയിട്ടൊന്നും അന്ന് എനിക്ക് കരച്ചിൽ വന്നില്ല. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് പോയൊരു ദിവസം അത്രയും മോശമായ രീതി അവിടെ നമ്മളോട് ഇങ്ങനെ പെരുമാറിയപ്പോൾ അന്ന് എന്നോട് കരഞ്ഞു പോയ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയ ഒരാളോട് SFIക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ അഹങ്കരിക്കാനുള്ളതൊന്നുമില്ല,
ഇൻഷാല്ലാ ഒരു 5 വർഷത്തിനുള്ളിൽ ഈ ക്യാമ്പസ് തകിടം മറിഞ്ഞിരിക്കുമെന്നുള്ളത്. അന്ന് ഒരുപാട് കരഞ്ഞ് ഒരുപാട് പ്രയാസത്തോടെ ഞാൻ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പടച്ചിറപ്പ് 5 മണിക്കൂറുകൾക്കുള്ളിൽ അതിനുള്ള വിജയമായി ഫുആദിനെ വിജയിപ്പിച്ചു എന്നാണ്. 6 പ്രാവശ്യം റീകൗണ്ട് ചെയ്തിട്ടും ഫുആദ് ജയിച്ചു എന്നാണ്. ഈ പ്രയാസങ്ങളൊക്കെ നേരിട്ട് പോലും അടികളാണെങ്കിലും മാനസികമായിട്ടുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലാണെങ്കിലും ഇത് സ്വതന്ത്രമായിട്ട് ക്യാമ്പസുകളിൽ നടക്കാൻ അവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ ഈ നിരന്തരമായി അടികൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ പുറത്തെത്തിക്കും, അല്ലെങ്കിൽ അതിനെങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അടിച്ച കേസുകൾ, മുഖത്തടിച്ച് വളരെ പിടിച്ചു വെച്ച് ലൈംഗിക ചുവള്ള സംസാരിച്ചത്, ബാത്റൂമിൽ ഗേൾസ് ബാത്റൂമിൽ വെച്ചിട്ട് സീനിയറായിട്ടുള്ള SFI പെൺകുട്ടികൾ ഞങ്ങളെ ഉപദ്രവിച്ചത്, അങ്ങനെ ക്ലാസ്സുകളിലുള്ളത് ഒറ്റപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തെത്തിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ പരിമിതിയെ ഞങ്ങൾ മറികടന്നത് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ കുഞ്ഞു ഫോണുകളിലൂടെ ആ വീഡിയോകൾ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക ആ രീതിയിലായിരുന്നു. അപ്പം അതിനൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്നുള്ളത്, അടി കിട്ടുന്നതിനെ മറികടക്കുക എന്നുള്ളത് ഒന്ന് ചെയ്യാം. കാരണം 4-5 ആൾക്കാർക്ക് ഒരു 900-800 വരുന്ന ഒരു വിഭാഗത്തെ എങ്ങനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് ഓപ്ഷൻ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്ത് വെച്ചാൽ ആൺകുട്ടികളെ അടിക്കുമ്പോൾ അവരെ റൗണ്ട് ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആൺകുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയ മടപ്പള്ളി ക്യാമ്പസിൻ്റെ വരാന്തയിലൂടെ SFIക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിജയാഹ്ലാദത്തോടുകൂടി ഫ്രെറ്റേണിറ്റിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ആദർശം അല്ലെങ്കിൽ നമ്മുടെ ശരികൾ പലപ്പോഴും പല രീതിയിൽ നമ്മൾ എല്ലാവരും ക്യാമ്പസിൽ അഭിമുഖീകരിക്കുന്നവരാണ്. നമ്മൾ ഒരാളെങ്കിലും പോലും നമ്മൾ ഭയങ്കര പ്രയാസപ്പെടും. എങ്ങനെയാണ് ഇതിനെ നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ് പറയുക, നമ്മൾ ഒരുപാട് തളർത്തലുകൾ ഉണ്ടാവും നമ്മുടെ അധ്യാപകരെ അടുത്തുനിന്ന്. ഓർമ്മയുണ്ട്, എൻ്റെ ഞങ്ങളെ പാരൻസിനെ വിളിച്ചിട്ട് ഒരു വലിയൊരു പാരൻസിൻ്റെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളെ മകളെ റിക്രൂട്ട് ചെയ്ത് ISIS റിക്രൂട്ട് ചെയ്ത് അയച്ചതാണ് ക്യാമ്പസിലേക്ക്. നിങ്ങളെ മകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർന്ന് പഠിപ്പിക്കണമെങ്കിൽ നല്ല ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉപ്പയെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാരൻസിനെ താക്കീത് ചെയ്തുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ SFI വലിച്ച് കീറിയിട്ട് കത്തിക്കും. നിനക്ക് നിൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തോടെ ക്യാമ്പസ് നിർത്തിക്കോ, മുന്നോട്ട് നമ്മുടെ നിലപാടുമായി രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ 3 വർഷം നീ തികക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഈ ക്യാമ്പസ് മറിച്ചിടാനൊന്നും കഴിയില്ലെങ്കിലും ഞങ്ങൾ ഈ ക്യാമ്പസ് ചെരിച്ചെങ്കിലും വെക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരോട് സംസാരിക്കാനുണ്ടായത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അധ്യാപകരുടെ കയ്യിൽ നിന്ന് നമ്മളെ അക്കാദമിക്കലി നമ്മളെ ഭയങ്കര ഡൗൺ ആക്കുന്ന രീതിയിലുള്ള ഇൻറ്റേർണൽ മാർക്ക് കുറച്ചിട്ടാണെങ്കിൽ പോലും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ആദർശത്തിൻ്റെ സൗന്ദര്യമായിരിക്കാം, ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കരുത്തായിരിക്കാം ഞങ്ങൾക്ക് നൽകിയത് വല്ലാത്തൊരു ധൈര്യമായിരുന്നു. അതിനൊക്കെ ധൈര്യമായി കൂട്ടുനിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുക നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇവരെ കോട്ടകൾ കെട്ടിന വലിയ വലിയ കോട്ടകൾ, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നുണകൾ കൊണ്ടുള്ള കോട്ടകളാണ് SFI പോലുള്ള സംഘടനകൾ കെട്ടിവെച്ചിട്ടുള്ളത്. അത് ആ ഒരു കോട്ട അല്ലെങ്കിൽ ഒരു ആധിപത്യം, ആ ഒരു വലിയൊരു കള്ളത്തരങ്ങൾ കൊണ്ടുള്ള ബലൂണ് ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ ഒരു ഫ്രെറ്റേണിറ്റിക്കാരനോ ഒരു ഫ്രെറ്റേണിറ്റിക്കാരെയോ ക്യാമ്പസിൽ അഡ്മിഷൻ എടുത്താൽ തീരുന്നതേ ഉള്ളൂ. കാരണം നമ്മൾക്ക് ആദർശം കൊണ്ടുള്ള ശക്തിയാണ്. അപ്പം നമ്മുടെ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്യാമ്പസിൽ ഇവർക്ക് എന്താ പറയുക, അധികാരത്തിൻ്റെ മസ്ത് പിടിച്ച് ജീവിക്കുന്നവരാണ്, അധികാരത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരാണ്. അവിടെ നമ്മുടെ ആദർശം കൊണ്ട് നമുക്ക് അവിടെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങൾ തന്നെയാണ് വലിയൊരു കൂട്ടത്തെ തകർത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.